ആലപ്പുഴ കായംകുളത്ത് തെരുവ് നായയുടെ ആക്രമണം. കരിയിലക്കുളങ്ങര നിവാസി ദേവകിക്ക് നേരെയാണ് നായയുടെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ദേവകിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേവൻ MP നൽകും വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ആശങ്കയും പേടിയും ഉണ്ടാക്കുന്നതാണ്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ? രുണി, എന്നെ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത്യന്തം പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കത് കാണുമ്പോൾ കാണാൻ കഴിയുന്നത്. കായംകുളം കരിയിലക്കുളങ്ങര അതായത് ദേശീയപാതയോട് സമാന്തരമായി പോകുന്ന ഒരു പ്രധാന പാത തന്നെയാണ് അത്. ആ പാതയിലാണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ പട്ടാപ്പകൽ ഈ 84 വയസ്സുള്ള ദേവകി അമ്മ നടന്നു വരുമ്പോൾ ഈ തെരുവുനായ കടിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റോഡിന്റെ അരികുവശം ചേർന്ന് നടന്നു പോവുകയായിരുന്ന ദേവകി അമ്മയ്ക്ക് നേരെ നായ പാഞ്ഞു വരികയും കടിക്കുകയുമായിരുന്നു. ശേഷം പിന്നീട് നായ അവിടുത്തെ കടന്നു പോയതിനു ശേഷം ഏറെ നേരം ആ വേദനയോട് കൂടി അവിടെ റോഡിൽ തന്നെ കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന ദേവകിയമ്മയാണ് നമുക്കകത്ത് പിന്നെ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പുറകെ വന്ന ഈ ബൈക്ക് യാത്രികരാണ് ഈ നിലവിളി കേട്ടുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നതും പരിശോധിച്ചപ്പോൾ ഈ നായയുടെ കടിയേറ്റ് ദേവകിയമ്മ റോഡിൽ കിടക്കുന്നതും കാണുന്നത്. പിന്നീട് മറ്റൊരു വാഹനത്തിൽ ദേവകിയമ്മയെ അവിടെ നിന്നും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം വേണ്ട പ്രാഥമിക ചികിത്സകളെല്ലാം തന്നെ നൽകിയിരുന്നു. വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ദേവകിയമ്മയുടെ കൈക്കും കാലിനുമായി ദേഹമാസകലം തന്നെ നായ കടിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഈ കരിയിലക്കുളങ്ങര ഭാഗത്ത് ഈ നായ അന്വേഷിച്ച് അവിടെ നാട്ടുകാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാം തന്നെ അവർ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തെരച്ചിൽ ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനുശേഷം ഈ നായയെ ആ ഒരു പ്രദേശത്ത് കണ്ടതായി നാട്ടുകാർ അറിയിച്ചിട്ടുമില്ല. മാത്രമല്ല മറ്റ് ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് വളർത്തു മൃഗങ്ങൾക്കോ നേരെയോ ഇല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഇതിന്റെ തെരുവുനായയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അങ്ങനെ തെരുവുനായ ആക്രമണം ഉണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞിട്ടുമില്ല. ഏതായാലും ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേയും ഇതുപോലെ തന്നെ കായംകുളം കറ്റാന ഭാഗത്തും നിരവധി പേരെ തെരുവുനായ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ മേഖലയിൽ പൊതുവായി തെരുവുനായയുടെ ശല്യം നിലനിൽക്കുന്ന ഒരു മേഖല തന്നെയാണ്. അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായാണ് ഇപ്പോൾ നഗരസഭയിൽ നിന്നും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ശരി ദേവൻ.